ഈശാവാസ്യ ഉപനിഷത്ത് 15-ാമത്തെ മന്ത്രം. അതായത് രണ്ട് സെക്ഷൻ കഴിഞ്ഞു. എങ്ങനെയുള്ള മൂന്ന് മന്ത്രങ്ങളുടെ രണ്ട് സെക്ഷൻ ആയിരുന്നു. ഒന്ന് കർമ്മവും വിദ്യ എടുത്തിട്ട് പറഞ്ഞു, ആദ്യം നിഷേധിച്ചു, പിന്നെ അവയ്ക്ക് രണ്ടിനും പ്രത്യേക ഫലം പറഞ്ഞു, പിന്നെ എന്ത് ചെയ്തു, അവയെ സമുച്ചയിച്ചു. ഇതേപോലെ തന്നെ ഉപാസനകളെ രണ്ടിനെ കൊണ്ടുവന്നിട്ട് നിന്ദിച്ചു. എന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെ ഉപാസന ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. വ്യാകൃത ഉപാസന, അവ്യാകൃത ഉപാസന ഏകൈകമായിട്ട് ചെയ്യാൻ പാടില്ല. എന്നിട്ട് എന്ത് ചെയ്തു, അതിന്റെ ഓരോന്നിന്റെയും ഫലം പറഞ്ഞു, എന്നിട്ട് അവയെ സമുച്ചയിച്ചു. ഇങ്ങനെ രണ്ട് ഭാഗം കഴിഞ്ഞ് ഇനി നമ്മൾ പിറകോട്ട് തന്നെ പോവുകയാണ്. ഏത്, ആദ്യത്തെ മൂന്ന് മന്ത്രങ്ങൾ സമുച്ചയിച്ചിട്ട് എന്താ പറഞ്ഞത്? കർമ്മസമുച്ചയം. എന്നിട്ട് അശാസ്ത്രീയമായ കർമ്മത്തിൽ നിന്ന് ശാസ്ത്രീയമായ കർമ്മജ്ഞാനത്തിലേക്കും ശാസ്ത്രീയമായ കർമ്മജ്ഞാനത്തിൽ നിന്ന് ദേവതാത്മ പ്രാപ്തിയിലേക്കും നയിക്കണമെന്നാണ് ആ മൂന്ന്. ദേവതാത്മപ്രാപ്തി ഉണ്ടാവും അല്ലേ? അതായത് ഹിരണ്യഗർഭ ഉപാസന വഴി ആണല്ലോ, ലോകത്തിലേക്ക് പോകണം. ഇനി നമ്മൾ ഇടയ്ക്കുള്ള ആ വ്യാകൃത ഉപാസന ഒഴിവാക്കിയിട്ട് കർമ്മസഹിത ഉപാസന കൊണ്ട് കിട്ടുന്ന ഫലം ഉണ്ടല്ലോ, അതിന് വിശദീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ടീക നോക്കിക്കോ. വിസ്തരേണ ഉക്തമർത്ഥം അർത്ഥജാതം സംക്ഷിപ്യ ഉപസംഹരതി. ഇതൊക്കെ ഇനി ഇവിടെ ഉപസംഹരിക്കാൻ പോകുന്ന കാര്യം മുമ്പ് വിശദീകരിച്ചു കഴിഞ്ഞതാണ്. വിസ്തരേണ ഉക്തമർത്ഥജാതം, ജാതം എന്ന് പറഞ്ഞ വർഗം. വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും സംക്ഷേപിച്ചുകൊണ്ട് ഉപസംഹരിക്കുകയാണ്. ഇതിന്റെ ഉപയോഗമുണ്ട്, അതുകൊണ്ടാണ് സംക്ഷിപ്യ ഉപസംഹരതി. എന്തൊക്കെയാണ് ഭാഷ്യം കാണുക? മാനുഷ ദൈവ വിത്തസാധ്യം ഫലം ശാസ്ത്രലക്ഷണം പ്രകൃതിലയാന്തം. മാനുഷമായിരിക്കുന്ന വിത്തുകൊണ്ട് ദൈവം വിത്തുണ്ട്. മാനുഷവിത്തമാണ് ഹിരണ്യ ഭൂ സുവർണാദികളൊക്കെ തന്നെ. ഹിരണ്യം സുവർണമായി, ഭൂമി, പിന്നെ പശു ഇത്യാദികൾ. ദൈവം വിത്തമാണ് ഉപാസന. അപ്പോൾ മാനുഷ ദൈവവിത്ത സാധ്യമായിരിക്കുന്ന ഫലം എന്താണ്? പ്രകൃതി ലയാന്തം വരെ. ശാസ്ത്രലക്ഷണം എന്ന് പറഞ്ഞാൽ ശാസ്ത്ര പ്രമാണകം. ടിപ്പണി 1 കാണുക. ശാസ്ത്രലക്ഷണമിതി ശാസ്ത്രേണ ലക്ഷ്യമാണ് ജ്ഞാപ്യമാനമിതി യാവത്. ശാസ്ത്രത്താൽ അറിയിക്കപ്പെട്ടിരിക്കുന്നതാണ് അർത്ഥം. ശാസ്ത്രം പ്രമാണമായിരിക്കുന്ന ഫലമാണിത്. ലോകപ്രസിദ്ധമല്ല, ശാസ്ത്രമാണ് ഈ കാര്യങ്ങൾക്കൊക്കെ പ്രമാണം എന്നർത്ഥം. എവിടം വരെ എത്തും? പ്രകൃതി ലയാന്തം. ഇതിന്റെ 2 നമ്പർ ടിപ്പണി കാണുക. പ്രകൃതി ലയാന്തമിതി പിതൃലോകാദി പ്രകൃതി ലയാന്ത അവധീത്യർത്ഥ. പിതൃലോകം മുതൽ പ്രകൃതി ലയാന്തം വരെയാണ് എന്തുള്ളത്? ശാസ്ത്രത്താൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഫലം. അതായത് കേവല കർമ്മിയാണെങ്കിൽ പിതൃലോകം ഉദ്ദേശിച്ച സ്വർഗലോകം വരെ ഉണ്ട് കേട്ടോ. പിതൃലോകത്തിനേക്കാൾ കഴിഞ്ഞിട്ടാണ് സ്വർഗലോകമുള്ളത്. പിന്നെന്താ ഉള്ളത്? പ്രകൃതിലയം. അതിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകൃതിലയം. ഇതിനെ എടുത്തിട്ടാണ് പ്രകൃതി ലയാന്തം ശാസ്ത്രലക്ഷണം ഫലം എന്ന് പറഞ്ഞത്. ഇതിനെ വിശദീകരിക്കാം. ഈ ഭാഷ്യത്തിനെ നമുക്ക് ടീക്കയിൽ കാണാം. എന്തൊക്കെയാ നോക്കിയേ? ശരീരപാടവം ഓ ഭൂ ഹിരണ്യാദി സാധന സമ്പത്തിച്ച മാനുഷം വിത്തം. ഭാഷ്യത്തിൽ പറഞ്ഞു മാനുഷം ദൈവം വിത്തം എന്നുള്ളത്. അതിലെ മാനുഷ വിത്തം എന്തൊക്കെയാ? ശരീരപാടവം. പാടം എന്ന് പറഞ്ഞാൽ പടുത്തം എന്ന് പറഞ്ഞാൽ സാമർത്ഥ്യം. ശരീരത്തില് അംഗവൈകലത ഉണ്ടാവാൻ പാടില്ല. ठीक അപ്പൊ അതും ഒരു ധനമാണ്. ഏത്? വികലത്വമല്ല, വൈകല്യം. പാടവം ആണ് ധനം. പിന്നെയോ ഗോ പശു, ഭൂമി ഭൂ, ഹിരണ്യാദി സാധന സമ്പത്തി. അതായത് കർമ്മത്തിന്റെ സാധനങ്ങളാണ് ഭൂ ഹിരണ്യാദികൾ. ഇതിന്റെ സമ്പത്തി, ഇതിന്റെ നേട്ടം ഇതുണ്ടായിരിക്കുക എന്നുള്ളതാണ് മാനുഷവിത്തം. ദൈവം വിത്തം എന്താണ്? ദേവതാജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉപാസന എന്നർത്ഥം. ഇനി ഭാഷ്യം. ഏതാവതീ സംസാരഗതി, ഇത്രയേ സംസാരത്തിന്റെ ഗതിയുള്ളൂ. ഇത്രയും ചേർന്നാൽ നിങ്ങളുടെ മൊത്തം സംസാരമായി കഴിഞ്ഞു. ഇനി നിങ്ങൾ അടുത്ത ബ്രഹ്മാണ്ടം തെരഞ്ഞു പോകണ്ട. അതേത് ശ്രീകൃഷ്ണന? അത് നമ്മൾ പടിഞ്ഞാറയിലെ ബ്രഹ്മാണ്ടത്തിൽ അയച്ചിരിക്കുന്ന ശ്രീകൃഷ്ണൻ. ഈ കഥയൊന്നും ഇവിടെ കൊണ്ടുവരരുത്. ठीक 3 നമ്പർ ടിപ്പണി നോക്ക്. സംസാരഗതിരിതി സംസാര അന്തപ്പാത്യവ ഫലമിത്യർത്ഥ. ഈ ഫലങ്ങളെല്ലാം സംസാരാന്തർഗതമാണ്. അല്ല, സംസാരാന്തർഗതം അല്ലാത്ത ഫലമുണ്ടോ? ജ്ഞാനനിഷ്ഠാഫലമായിരിക്കുന്ന കൈവല്യം സംസാരാന്തർഗതമല്ല. ഈ സംസാരം എന്ന് ഉദ്ദേശിച്ചതേ വ്യാപാപ്രത്യോ ഇതമന്തരം ഹി എന്ന് പറയത്തില്ലേ? 2 തോടുകളോട് കൂടിയിരിക്കുന്ന ഒരു മുട്ടയാണിത് ബ്രഹ്മാണ്ടം. ठीक ദുലോകം 1, രണ്ടാമത്തത് പൃഥ്വി മുതൽക്കുള്ളത്. ഇങ്ങനെ ഇരിക്കുന്ന അണ്ടത്തിന്റെ ഉള്ളിലാണ് മൊത്തം ജഗത്ത്. ഈ അണ്ടം സ്ഥൂലമാണ് അല്ലേ? ആണോ? ഏതാവധി സംസാരഗതി, ഇത്രയാണ് സംസാരത്തിന്റെ ഗതി. ഇനി അത് കഴിഞ്ഞാൽ എന്താ ഉള്ളത്? അതപ്പരം ഇത്
കഴിഞ്ഞാൽ ടിപ്പണി കാണ് അത് ഊർധ്വം സംസാര ബാഹ്യം നിത്യമിതിയാവത്. ഇത് കഴിഞ്ഞാൽ പിന്നെ സംസാര ബാഹ്യമാണ്, സംസാരത്തിൽ പെടാത്തതാണ്. ഈ സംസാരം ബ്രഹ്മത്തിൽ കൽപ്പിതമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കൽപ്പിതമായിരിക്കുന്ന ബ്രഹ്മാണ്ടത്തിന്റെ ഉള്ളിലുള്ളതാണ്. ഇതിന്റെ വെളിയിൽ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് സ്ഥലമൊന്നല്ലത്. ഇത് ആ ബ്രഹ്മത്തിൽ കൽപ്പിതമാണ്. ജ്ഞാനത്തിന്റെ ഫലം സ്വരൂപമാണ് എവിടെയാണോ ജഗത്ത് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതപ്പരം പൂർവോക്തം ആത്മേവ അഭൂത് വിജാനതഃ ഇതി സർവാത്മഭാവ ഏവ സർവേഷണ സന്യാസ ജ്ഞാന നിഷ്ഠാഫലം. അത് ഊർധ്വം, ഇതിൽ നിന്ന് പരമായി കഴിഞ്ഞാൽ എന്താണ്? പൂർവോക്തം മുമ്പേ പറഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? ആത്മേവ അഭൂത് വിജാനതഃ കശോക ഏകത്വമനുപശ്യതഃ. ഏതാ മന്ത്രം? ഏഴാം മന്ത്രം. യസ്മിൻ സർവാണി ഭൂതാനി ആത്മേവാഭൂത് വിജാനതഃ തത്ര കോ മോഹ കശോക ഏകത്വമനുപശ്യതഃ. മന്ത്രം 7. അതിലൂടെ പറയപ്പെട്ടിരിക്കുന്ന ആത്മേവാഭൂത്, ആത്മാവായി മാറിയിരിക്കുന്നു. ഏത്? എല്ലാം ആത്മാവായി മാറിയിരിക്കുന്നു. യസ്മിൻ സർവാണി ഭൂതാനി ആത്മേവാഭൂത്, സകല ഭൂതങ്ങൾ ആത്മാവായി. ഇതിന്റെ അർത്ഥം എന്താ? സകല ഭൂതങ്ങൾ ആത്മാവായി എന്ന് പറഞ്ഞാൽ എല്ലാം സ്വന്തം ആത്മാവിന്. വേണ്ട, അങ്ങനെയൊന്നും പോണ്ട. ജ്ഞാനിയുടെ ജ്ഞാനാനന്തരം ഒന്നും അവശേഷിക്കത്ത പോലും ഇല്ല. ജ്ഞാനിയുടെ ദൃഷ്ടി എന്ന് പറഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ठीके, നമ്മൾ മാറിയെന്ന് ജ്ഞാനിയെ കണ്ടാൽ ഇത്ര തന്നെ വരത്തുള്ളൂ. അപ്പോൾ എന്ത് പറ്റും? ഒന്നും ബാക്കി ഉണ്ടാകത്തില്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആത്മേവഭൂത് വിജാനതഃ. കസ്യ വിജാനത എന്ന് പറഞ്ഞാൽ സ്വരൂപത്തെ അറിയുന്നവന് എന്നാണ്. ഇപ്രകാരം എന്ത് പറഞ്ഞു? ഇതി സർവാത്മഭാവ ഏവ ജ്ഞാനനിഷ്ഠാഫലം. സർവാത്മഭാവം സകലത്തിന്റെയും ആത്മസ്വരൂപമായി മാറും. സകലം എന്താണ്? നാമരൂപങ്ങൾ. അവയുടെ ആത്മാ എന്ന് പറയുന്നത് അർത്ഥം സ്വരൂപം. രൂപങ്ങളുടെ സ്വരൂപം ആത്മാവാകുന്നത് എപ്പോഴാ? നാമരൂപങ്ങളുടെ സ്വരൂപം ആത്മാവാകുന്നത് എപ്പോഴാ? ജ്ഞാനം കിട്ടിക്കഴിയുമ്പോ. ജ്ഞാനം കിട്ടുന്നതോടുകൂടി സകല വസ്തുക്കളുടെയും, അതായത് അങ്ങനെ നല്ല ഉത്തരം പറയാം. എന്തുകൊണ്ടാണ് സകലവും ആത്മാവാവുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് എപ്പോഴാണ് സകലവും ആത്മാവാവുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ചോദ്യം ഉദ്ദേശിച്ചത് അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുന്നത് എന്നുള്ളതാണ്. സകലത്തിന്റെ ഉപാദാന കാരണം ആത്മാവാണെങ്കിൽ മാത്രമേ സകലത്തിന്റെ സ്വരൂപ ആത്മാവാകത്തുള്ളൂ. സകല ഘടത്തിന്റെ സ്വരൂപാര മൃത്താണ്. അതെന്തുകൊണ്ടാ? മൃത്ത് സകല ഘടങ്ങളുടെ ഉപാദാന കാരണമായതിനാൽ. വേദാന്തം മനസ്സിലാവുന്ന ഒരു കാലം വന്നാല് എവിടുന്ന് ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഏരിയ മനസ്സിലാവും, അതെങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത്. ठीक സർവാത്മഭാവ ഏവ ഏഷണാ സന്യാസ ജ്ഞാനനിഷ്ഠാഫലം. ഏഷണാ സന്യാസത്തിലൂടെ ജ്ഞാനനിഷ്ഠയിലെത്തും. ആ ജ്ഞാനനിഷ്ഠയുടെ ഫലമാണ് സർവാത്മഭാവം. സകലവുമായിട്ടുള്ള ആത്മഭാവം എന്ന് പറയുന്ന സകലത്തിന്റെ ഏക കാരണമായിരിക്കുന്ന ആത്മസ്വരൂപ പ്രാപ്തി എന്നുള്ളതാണിത്. ठीक അതപ്പരെന്ന പറഞ്ഞത് ഈ സംസാരത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന അവസ്ഥയാണത്. ഊർധ്വം, സംസാരത്തിൽ വിലക്ഷണമായിരിക്കുന്ന ഫലം. ഏവം ദ്വിപ്രകാര പ്രവൃത്തി നിവൃത്തി ലക്ഷണോ വേദാർത്ഥ അത്ര പ്രകാശിത. ഇപ്രകാരം ഏവം, ഇപ്രകാരം ടിപ്പണി കാണ് യഥോക്ത ഫലഭേദ പുരസ്കാരേണ ഇതിയാവത്. ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്ന ഫലഭേദത്തെ ആശ്രയിച്ചും കൊണ്ട്, പുരസ്കാരം എന്ന് പറഞ്ഞ ഹേതുവാക്കി കൊണ്ടെന്ന് പറയാം. പ്രകാരം നമ്മൾ 2 ഫലം പറഞ്ഞല്ലോ. ഏതൊക്കെ? കർമ്മസഹിത ഉപാസന, കർമ്മം. ഇത് രണ്ടുമാണെങ്കിലും പ്രവൃത്തിയാത്മകമാണ്. ഒന്ന്. രണ്ടാമത്തത് നിവൃത്തി എന്നുള്ള സന്യാസത്തിൽ നിന്ന് കിട്ടുന്ന ആത്മജ്ഞാനം, അതിന്റെ ഫലമാണ് സർവാത്മഭാവം. ഈ രീതിയിൽ 2 ഫലം നമ്മൾ പറഞ്ഞു. ഏവം ദ്വിപ്രകാര പ്രവൃത്തി നിവൃത്തി ലക്ഷണോ വേദാർത്ഥ അത്ര പ്രകാശിത. ഈ ഗ്രന്ഥത്തിലൂടെ പ്രവൃത്തി രൂപത്തിലുള്ളതും നിവൃത്തി രൂപത്തിലുള്ളതുമായിരിക്കുന്ന വേദത്തിന്റെ അർത്ഥം പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കർമ്മയോഗത്തിലൂടെ പ്രകാശിപ്പിച്ചിട്ടില്ല. ഉണ്ട്, ടീക്കയിലൂടെയാണ് വന്നത്. ദേവത്വപ്രാപ്തിക്ക് കർമ്മയോഗമായിരുന്നു അവിടെ കാരണമായത്. ഓർമ്മയുണ്ടോ? അതായത് പറഞ്ഞ കർമ്മങ്ങളും ഉപാസനയും തന്നെ നിഷ്കാമമായിട്ട് ചെയ്യുകയാണെങ്കിൽ എന്നുള്ളതാണ്. തത്ര പ്രവൃത്തി ലക്ഷണസ്യ വേദാർത്ഥസ്യ വിധി നിഷേധ ലക്ഷണസ്യ കൃഷ്ണസ്യ പ്രകാശനേ പ്രവർഗ്യാന്തം ബ്രാഹ്മണം ഉപയുക്തം. നിങ്ങളുടെ ബൃഹദാരണ്യകം പലർക്കും കഴിഞ്ഞതാണ്. അപ്പോൾ അവർക്കറിയാം ആ ബൃഹദാരണ്യകം തുടങ്ങുന്നത് എങ്ങനെയാ? ഉഷാവാശ്വസ്യ മേധ്യസ്യ ശിരഹ. ഈ അധ്യായം തുടങ്ങുന്നതിന് മുന്നേ ബൃഹദാരണ്യകത്തിന്റെ 2 അധ്യായം കഴിഞ്ഞിട്ടുണ്ട്. 2 അധ്യായമാണ്. എന്താണ്? പ്രവർഗ്യ ബ്രാഹ്മണം എന്നാണ് അതിനെ പറയുന്നത് നമ്മൾ. ആ പ്രവർഗ്യ ബ്രാഹ്മണ സ്ഥലത്ത് കർമ്മത്തിന്റെ നിരൂപണം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബൃഹദാരണ്യത്തിൽ തന്നെ ചില കാര്യങ്ങൾ പറയുന്ന നേരം നമ്മൾ മുന്നോട്ട് പോകുമായിരുന്നു. ഇത് നമ്മുടെ
ഒന്നാമത്തെ അധ്യായത്തിൽ 2ാമത്തെ അധ്യായത്തിലുണ്ട്. കാരണം ബൃഹദാരണ്യകം ഉപനിഷത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾക്ക് അവിടെ എത്ര അധ്യായമുണ്ട്? 6 അധ്യായം കിട്ടും. ഇല്ലെങ്കിൽ അത് ബൃഹദാരണ്യകം മൊത്തം വന്നാല് 8 അധ്യായമുണ്ട്. പക്ഷെ ആ ആദ്യത്തെ 2 അധ്യായങ്ങള് പ്രവൃത്തി സ്വരൂപങ്ങളാണ്. അതിനൊഴിവാക്കിയിട്ടാണ് നമ്മൾ ഉപനിഷത്ത് തുടങ്ങുന്നത് 3ാം അധ്യായത്തിലാണ്. ഉപനിഷത്ത് ക്രമത്തിൽ അത് 1ാം അധ്യായമാണെങ്കിലും വേദക്രമത്തിൽ അത് 3ാമത്തെ അധ്യായമാണ്. അതുകൊണ്ട് ടീക്കയിൽ 3ാം അധ്യായം എന്ന് പറഞ്ഞാല് 1ാം അധ്യായം എടുത്തോളണം, 5ാം അധ്യായം എന്ന് പറഞ്ഞാല് 3ാം അധ്യായം എടുത്തോളണം. അങ്ങനെയാണ് ബൃഹദാരണ്യകത്തിലെ രീതി. തത്ര പ്രവൃത്തി ലക്ഷണസ്യ, ഈ വേദത്തില്, അതായത് ഇത് മന്ത്രഭാഗത്തും ബൃഹദാരണ്യകം ശുക്ലയജുർവേദത്തിന്റെ ബ്രാഹ്മണ ഭാഗത്തുമാണ്. അതുകൊണ്ട് രണ്ടിനെയും കൂട്ടിയെടുത്തിട്ട് തത്ര പ്രവൃത്തി ലക്ഷണസ്യ വേദാർത്ഥസ്യ വിധി നിഷേധ ലക്ഷണസ്യ, വേദാർത്ഥം ഏത് രൂപത്തിലുള്ള? പ്രവൃത്തി രൂപത്തിലുള്ള വേദാർത്ഥം. അതെങ്ങനെയൊക്കെയാവാം? വിധിയാവാം, നിഷേധമാവാം. ചെയ്യാൻ പാടില്ല, അപ്പോൾ നിഷേധമാണ്. ഇന്ന കർമ്മം ചെയ്യണം, ഇത് വിധിയാണ്. ഇതിന് രണ്ടിനെയും നമ്മൾ പ്രവൃത്തി ലക്ഷണം എന്നാ പറയുന്നത്. ഈ ഇങ്ങനെ ഇരിക്കുന്ന വേദാർത്ഥത്തിന്റെ കൃഷ്ണസ്യ വേദാർത്ഥസ്യ പ്രവൃത്തി ലക്ഷണസ്യ വിധി നിഷേധ രൂപസ്യ എന്ന് മനസ്സിലാക്കുക. വിധി നിഷേധ രൂപത്തിലിരിക്കുന്ന പ്രവൃത്തി സ്വരൂപമായിരിക്കുന്ന സകല വേദാർത്ഥത്തിന്റെയും പ്രകാശനത്തിനായിട്ട് ഏത് ഉപയുക്തമായി? പ്രവർഗ്യാന്തം ബ്രാഹ്മണം ഉപയുക്തം. ഓക്കെ, പ്രവർഗ്യ കർമ്മം വരെ അവസാനിക്കുന്ന 2 അധ്യായം ഉണ്ടായിരുന്നു ഉപനിഷത്ത് തുടങ്ങുന്നതിന് മുന്നേ. ആ ഭാഗമാണ് പ്രവൃത്തി ലക്ഷണമായിരിക്കുന്ന സകല കാര്യങ്ങളുടെയും നിരൂപണത്തിനായിട്ട് ഉപകരിച്ചത്. ഉപയുക്തം എന്നുള്ളത് അർത്ഥവത്ത് എന്ന് മനസ്സിലായിക്കോളൂ. ടിപ്പണിയിൽ അങ്ങനെയാണ്. ടിപ്പണി 6 നോക്കി. പ്രവർഗ്യാന്തം ബ്രാഹ്മണമിതി ബൃഹദാരണ്യകസ്യ ആദിതോ അധ്യായ ദ്വയാത്മകം പ്രവർഗ്യാഖ്യ കർമ്മന്ത കർമ്മ സമൂഹ പ്രതിപാദകം ബ്രാഹ്മണം. അതായത് പ്രവർഗ്യാന്തം ഈ ബൃഹദാരണ്യം തുടങ്ങുന്നതിന് മുന്നേ ഉള്ള മൊത്തം കർമ്മത്തെ പ്രതിപാദിക്കുന്ന 2 ബ്രാഹ്മണങ്ങളുണ്ട്. അതാണ് പ്രവൃത്തി ലക്ഷണമായിരിക്കുന്ന പ്രവൃത്തി ലക്ഷണമായിരിക്കുന്ന വേദത്തെ പ്രകാശിപ്പിക്കുന്നത് എന്നർത്ഥം. സകലത്തിനെയും അവിടെ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സകല കർമ്മത്തെയും അവിടെ പ്രകാശിപ്പിക്കും. പിന്നെന്ത് പറ്റി? നിവൃത്തി ലക്ഷണസ്യ വേദാർത്ഥസ്യ പ്രകാശനെ. നിവൃത്തി ലക്ഷണ വേദാർത്ഥം എന്താണ്? സന്യാസപൂർവമായിരിക്കുന്ന ജ്ഞാനമാണത്. അതെവിടെ തുടങ്ങും? അത ഊർധ്വം ബൃഹദാരണ്യകം ഉപയുക്തം. അത ഊർധ്വം എന്ന ഉദ്ദേശം എന്താണ്? അത് താണ്ടിയിട്ടുള്ള, അതായത് 2 അധ്യായങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് എന്നർത്ഥം. ടിപ്പണി കണ്ടോ? പ്രവർഗ്യാന്ത ബ്രാഹ്മണ അനന്തരം തൃതീയ അധ്യായ ആരഭ്യ പ്രവൃത്തം. 3ാം അധ്യായം മുതൽക്ക് എന്നുള്ളത് വേദത്തിനനുസരിച്ച് 3ാം അധ്യായം മുതൽക്ക് ഉള്ള ബ്രാഹ്മണ ഭാഗം അത് ബ്രഹ്മസ്വരൂപ പ്രകാശത്തിനായിട്ടാണ്. അതുകൊണ്ടാണ് നിവൃത്തി ലക്ഷണമായിരിക്കുന്ന വേദാർത്ഥമാണ് ആ ഭാഗങ്ങളിലൂടെ 3ാം അധ്യായങ്ങളിലൂടെ പറയപ്പെട്ടതെന്നർത്ഥം. ഇനി ടീക്ക നോക്ക്. ഉത്തരഗ്രന്ഥസ്യ സംബന്ധ അഭിദിസ്യ അഭിധാതുമിച്ച അഭിദിസ്സ. ഉത്തര ഗ്രന്ഥവുമായിട്ട് പൂർവഗ്രന്ഥത്തിന്റെ ഗ്രന്ഥം ഉദ്ദേശിച്ചതേ ഈ ഓരോ ഈശാവാസ്യം കേനം എന്നിങ്ങനെയല്ല, ഓരോ സെക്ഷൻ കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഗ്രന്ഥം ഉദ്ദേശിച്ചത്. അപ്പോൾ ഉത്തരഗ്രന്ഥം എവിടുന്നാ വരുന്നത്? കിരണവയന പാത്രാണെന്ന് പറഞ്ഞ് തുടങ്ങുകയാണിത്. അതിന് നമ്മൾക്ക് വിശദീകരിക്കാം. അത് വിശദീകരിക്കാനായിട്ട് സംബന്ധം പറയണം പൂർവ്വഗ്രന്ഥമായിട്ട്. അപ്പോൾ അഭിദിസ്സയ അർത്ഥവിശേഷം അനുവദതി. ഇവിടെ ഒരു വിശേഷ അർത്ഥത്തെ അവതരിപ്പിക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഈ മന്ത്രത്തിന്റെ ഭാഗം അന്വയിക്കാൻ പറ്റും. കാരണം ഈ മന്ത്രത്തിന് 12, 13, 14 മന്ത്രമായിട്ട് ബന്ധമില്ല. 9, 10, 11 ആയിട്ടാ ബന്ധം. അതുകൊണ്ട് ആ കാര്യങ്ങളുമായിട്ട് ഭൂമി അവതരിപ്പിച്ചിട്ട് ഈ മന്ത്രത്തെ കൊണ്ടുവന്ന് സംബന്ധിപ്പിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾക്ക് ഇനി ഭാഷ്യത്തിൽ കാണേണ്ടത്. തത്ര നിഷേകാദി ശ്മശാനാന്തം കർമ്മ കുറുവ ജിജീവിഷേദിയോ വിദ്യാസഹ അപരബ്രഹ്മ വിഷയയാ തദുക്തം വിദ്യാഞ്ച വേദോഭയം സഹ. ഇനി നിങ്ങളുടെ സംബന്ധം പറഞ്ഞു മുന്നേറാണ്, ശ്രദ്ധിച്ചോ. നിഷേകാദി ശ്മശാനാന്തം, ഇതെന്താ ഉദ്ദേശിച്ചത്? 9ാം നമ്പർ ടിപ്പണി കാണു. നിഷേകാദി ശ്മശാനാന്തം ഇതി ഗർഭാധാനാദാരഭ്യ അന്ത്യഷ്ടി പര്യന്തം ഇതിയാവത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട സംഭവം ഏത്? ഷോഡശ കർമ്മമില്ലേ, അതാണിത്. ഗർഭാധാനം, പുംസവനം, സീമന്തം എന്ന് പറഞ്ഞ് തുടങ്ങൂലേ. എന്നിട്ട് എവിടെ കൊണ്ടുവച്ച് അവസാനിപ്പിക്കും? അന്ത്യേഷ്ടി. അന്ത്യേഷ്ടി ഏതാ? ശവദാഹ കർമ്മമാണ് അന്ത്യേഷ്ടി. അപ്പൊ നിഷേക ആദി രേതസേക, പുരുഷന്റെ രേതസേക കാലം മുതൽക്ക്
ശ്മശാനാന്തം വരെയുള്ള കർമ്മമുണ്ട്. ആ കർമ്മം കർമ്മത്തെ ചെയ്തും കൊണ്ട് ജിജീവിഷേദിയോ, ആരാണോ ജീവിക്കാൻ ഇച്ഛിക്കുന്നത്, ആരാണ് ജീവിക്കുന്നത് അർത്ഥം എടുത്തോളൂ. അതും എങ്ങനെ മനസ്സിലാക്കണം? വിദ്യയാ, കർമ്മം മാത്രല്ല, കർമ്മത്തോടുകൂടി വിദ്യയുണ്ട്. ഏത് വിദ്യയാണ് ഇവിടെ? അപരബ്രഹ്മ വിഷയയാ. അപരബ്രഹ്മാരാ? ടിപ്പണി കാണ്. ഹിരണ്യഗർഭാഖ്യം കാര്യം ബ്രഹ്മ എന്നർത്ഥം. കാരണബ്രഹ്മമാണ് ഈശ്വരൻ. അതിവിടെ നമ്മൾ നിരൂപണം നടത്തുന്നില്ല. ഈശ്വരോപാസന നടത്തിയാലും എത്തുന്നത് ഹിരണ്യഗർഭ ലോകത്താണ്. കാരണം ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ലോകമില്ല. എന്നപ്പോൾ ഇവിടെ പറയുന്നത് കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവൻ, അതും എപ്പോഴെങ്കിലും തോന്നുന്നേരം എന്തെങ്കിലും കർമ്മം ചെയ്യുന്നതല്ലത്. ഒരു കർമ്മം വിട്ടുപോയിട്ടില്ല. നിഷേകം മുതൽക്ക്, ഗർഭാധാനം മുതൽക്ക് മരണം വരെ അവന്റെ പരമ്പരയിലൂടെ എന്ന് പറഞ്ഞ അച്ചച്ചൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എവിടുന്നാ? ഇന്ന സ്ഥലത്തുനിന്ന്. എന്താ പേര്? ഇന്ന പേര്. നോർത്ത് ഇന്ത്യയില്, പ്രത്യേകിച്ച് യു പിയിൽ അടുത്ത ചോദ്യം വരും, ഏതാ ജാതി? ഇനി രണ്ടുപേർക്കും ഒരേ ജാതി ആയി കഴിഞ്ഞാൽ പിന്നെയും എങ്ങനെ ഹൈപ്പ് കിട്ടും? ഇപ്പൊ ചോദിക്കും, കർമ്മകാന്ഡം ആ അനുഷ്ഠിക്കുന്നുണ്ട്, അപ്പൊ അതിലും ഫെയിലായി. അച്ഛൻ എവിടുന്നാണ് കർമ്മകാന്ഡം പഠിച്ചത്? അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടു. മനസ്സിലായോ പരിപാടികൾ? ഇവിടെ അങ്ങനത്തെ തൊന്തരവൊന്നുമില്ല. കാരണം ആരും പ്രത്യേകിച്ച് ഇങ്ങനെ ഇതിൽ നിലനിൽക്കാത്തതുകൊണ്ട് പരസ്പരം ഈ കാര്യത്തിൽ ചോദ്യം ഉണ്ടാകത്തില്ല. മനുഷ്യന്മാരെ എന്തിന്റെങ്കിലും പേരില് ഒരു ഒരു പൊടിക്കെങ്കിലും ആ കേൾക്കുന്നവനേക്കാൾ ഹൈറ്റ് കിട്ടണം. മനസ്സിലായോ? അപ്പൊ ഇവിടെ നോക്കിയോ, വിദ്യാസഹ അപരബ്രഹ്മ വിഷയ, അപരബ്രഹ്മമായിരിക്കുന്ന ഹിരണ്യഗർഭനെ വിഷയീകരിക്കുന്ന വിദ്യ കൊണ്ട് അപ്പൊ എന്തൊക്കെയായി? നിഷേകാദി ശ്മശാനാന്ത കർമ്മം ചെയ്യുന്നവനാണ്, അതേപോലെ അപരബ്രഹ്മ ഉപാസന ചെയ്യുന്നവനുമാണ്. അവനെന്ത് ഫലം കിട്ടും? ഹിരണ്യ ഗർഭലോക പ്രാപ്തി ഉണ്ടാവും. ഇത് മുമ്പ് പറഞ്ഞതാണ്. ഇതിന്റെ ഭാഗം, പറഞ്ഞ ഭാഗത്തെ നമ്മൾ അടർത്തി വെക്കുകയാണ് ഇവിടെ മന്ത്രഭാഗത്തെ. തദുക്തം, ഈ ഒരു കാര്യം പറയപ്പെട്ടിട്ടുണ്ട്. വിദ്യാഞ്ച ഉപാസനയും കർമ്മത്തെയും യ സഹ ഉഭയം വേദ, ആരാണോ ഇതിന് രണ്ടിനെയും ഒന്നിച്ചറിയുന്നവരിൽ ഒന്നിച്ചറിഞ്ഞ് ഉപാസിക്കുന്നത്, അവനെന്ത് കിട്ടും? അവിദ്യ മൃത്യും തീർത്തുക. ഈ അവിദ്യ എന്നുള്ളതിന് പകരം വേറെ എന്ത് പദം ഉപയോഗിക്കുന്ന അർത്ഥം? അവിദ്യ അത് തൃതീയാന്ത. കർമ്മശബ്ദത്തിന് തൃതീയാന്തം എന്താ? പറഞ്ഞോ അച്ഛാ. അങ്ങനെ മാവിനല്ലേ, ഞാൻ വെച്ച് അറിഞ്ഞിട്ട് പറയാ. കർമ്മണ, കർമ്മകർമ്മണി കർമാണി കർമ്മകർമ്മണി കർമാണി കർമ്മണ. അപ്പോൾ കർമ്മണ വിദ്യ മൃത്യും തീർത്തു. അവിടുത്തെ മൃത്യു എന്താ? അങ്ങനെയും പറയാ. അതെന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ അവസാനത്തെ എടുത്തിട്ടാ പറയുന്നത്. ഈ ഒരു കാര്യം നമ്മൾ സംസാരിച്ച സമയത്ത് പറഞ്ഞതേ, സ്വാഭാവികമായിരിക്കുന്ന ചിന്തനത്തെയും കർമ്മത്തെയും അതിക്രമിച്ചെന്നാണ് ഈ ഒരു ഭാഗം അവിടെ പറഞ്ഞത്. ഓക്കെ, മൃത്യും തീർത്വ വിദ്യയാ കയാ ഹിരണ്യഗർഭ വിഷയയാ, ഹിരണ്യഗർഭനെ വിഷയീകരിക്കുന്ന വിദ്യ കൊണ്ട് അമൃതം അശ്നുതേ, അശ്നുതേ എന്ന് പറഞ്ഞ പ്രാപ്നോതി, അമൃതത്വ പ്രാപ്തി ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? നിഷേകാദി ശ്മശാനാന്ത കർമ്മം നടത്തുന്നവൻ, അതേപോലെ ഹിരണ്യഗർഭ ഉപാസകനുമാണെങ്കിൽ അവന്റെ കർമ്മം കൊണ്ട് മൃത്യുവിനെ തരണം ചെയ്തിട്ട് ഉപാസന കൊണ്ട് ദേവത്വ പ്രാപ്തി നേടുന്നു. ഇവിടെയാണ് നമ്മൾക്ക് ഇനി 15ാം മന്ത്രത്തെ കൊണ്ടുവന്ന് വെക്കേണ്ടത്. തത്ര കേന മാർഗേണ അമൃതത്വം അശ്നുതേതി. ഇവിടെ ഇപ്പോൾ ഏത് മാർഗത്തിലൂടെയാണ് അമൃതത്വ പ്രാപ്തി ഉണ്ടാകുന്നത്? ഇതി ടിപ്പണി 2 കാണും. ഇത്യപേക്ഷായാം എന്ന് അപേക്ഷയുണ്ട്, എന്നുള്ള മാർഗത്തെ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഏന അശ്നുതേ സമാർഗോ ഹിരൺമയേന ഇത്യാദിന ഉച്ചതേത്യർത്ഥഃ. ആ മാർഗത്തെ എങ്ങനെയാണ് പ്രാപിക്കുന്നത് എന്ന് വരുന്നപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെന്ത്? ഹിരൺമയേന പാത്രേണ സത്യസ്യാവഹിതം മുഖം എന്നും പറഞ്ഞിട്ട്. അതായത് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തര രൂപത്തിലാണ് നമ്മൾ ഈ പ്രസംഗം അവതരിപ്പിക്കുന്നത്, ഈ മന്ത്രം വരാൻ പോകുന്നത് അർത്ഥം. ഈ മന്ത്രം കണ്ടോ? ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയേ.
നിങ്ങളുടെ ബുക്കില് ഹിരൺമയനാന്നുണ്ടോ അല്ല ഹിരണ്യമയനാന്നാണോ? അപ്പൊ നോക്കിയോ, ഇനി വ്യാഖ്യാനം പറയട്ടെ. സത്യസ്യ മുഖം അഭിഹിതം. സത്യത്തിന്റെ മുഖം മൂടപ്പെട്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടത് എവിടെയാ? ഹിരണ്യഗർഭ ലോകത്താ. ആ ലോകത്തിലേക്ക് പോകുമ്പോഴുള്ള വഴിയിലാണ് ഈ ആദിത്യൻ ഇരിക്കുന്നത്. ഈ ആദിത്യനാണ് അനുപാസകന്മാരെ കയറ്റിവിടാത്തത്. ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങളുടെ ബൃഹദാരണ്യകത്തിന്റെ ഏതാണ് അധ്യായം? 5-ാം അധ്യായത്തില് 10-ാം ബ്രാഹ്മണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവിടെ ഭാഷ്യത്തില് വ്യാഖ്യാനം യഥാ വൈ പുരുഷോ അസ്മാത് ലോകാത് പ്രൈതി എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രമുണ്ട്. അതിന്റെ ഭാഷ്യഭാഗത്ത് ഭാഷ്യകാരൻ പറയുന്നുണ്ട്, സ ആദിത്യമാഗച്ഛതി ആദിത്യ ബ്രഹ്മലോകം ജിഗമിഷോർ മാർഗനിരോധം കൃത്വാ സ്ഥിതഃ. ബ്രഹ്മലോകം ഗമിക്കുന്നവർക്ക് മാർഗനിരോധനം ചെയ്തും കൊണ്ടാണ് ആദിത്യൻ ഇരിക്കുന്നത്. ആ ആദിത്യനോടാണ് ഇവിടെ നമ്മൾ പ്രാർത്ഥന പറയുന്നത്. ഈ ആദിത്യനല്ല ഹിരണ്യഗർഭൻ. ഉപാസന ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം പറഞ്ഞതാണ് ഈ ഹിരണ്യഗർഭനും ചാക്ഷുഷ പുരുഷനും. ഹിരണ്യഗർഭൻ എന്നുള്ളത് ആദിത്യ മണ്ഡലാഭിമാനി, ശരിക്കും മണ്ഡലത്തിലൂടെ നിൽക്കുന്ന ഹിരണ്യഗർഭൻ അവൻ. അതായത് ആ ഹിരണ്യഗർഭ ലോകത്തെ അഭിമാനിക്ക്, ഹിരണ്യഗർഭ ലോകത്തിലെ അതിന്റെ ഉടയോനായിരിക്കുന്ന ഹിരണ്യഗർഭന് ആദിത്യമണ്ഡലത്തിലെ പുരുഷനായിട്ടും ചാക്ഷുഷ പുരുഷനായിട്ട് അഭേദം ചെയ്തും കൊണ്ട് ഹിരണ്യഗർഭ ഉപാസന പറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് തെറ്റിദ്ധരിക്കാം ആദിത്യനാണ് ഹിരണ്യഗർഭൻ എന്നുള്ളത്. അല്ല. ठीके, നമ്മളല്ല ഹിരണ്യഗർഭ ഉപാസകൻ ഇപ്പോൾ ഹിരണ്യഗർഭ ലോകത്ത് എത്തുകയാണെങ്കിൽ എങ്ങനെ പോകും? ശ്മശാനത്തിൽ കൊണ്ടുപോയി ദഹിപ്പിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അർച്ചിരാദി മാർഗത്തിലൂടെ പോകുന്നവരുണ്ട്. അർച്ചി ജ്വാല എന്നർത്ഥം, തീ. തദഭിമാനി ദേവത എടുത്തോളണം. എല്ലാ സ്ഥലത്തും തദഭിമാനി ദേവതയാണ്. അർച്ചിയിൽ നിന്ന് അങ്ങോട്ട് പോകും അഹഹ പകലിലേക്ക്, പകലഭിമാനി ദേവത. അവിടുന്ന് ശുക്ലപക്ഷ അഭിമാനി ദേവത. അവിടുന്ന് ഷൺമാസ ഉത്തരായണ അഭിമാനി ദേവത. അവിടുന്ന് സംവത്സരം, സംവത്സരാത് ദേവലോകം, ദേവലോകത്ത് നിന്ന് വായുലോകം, വായുലോകത്തിൽ നിന്ന് ആദിത്യം. ഓക്കെ, ഈ ആദിത്യനാണ് മുന്നോട്ടേക്കുള്ള പോക്കിനെ തടഞ്ഞു കളയുന്നത്. ഈ ആദിത്യനെയും കടന്നിട്ടാണ് ചന്ദ്രമസത്തിലേക്ക് പോകുന്നത്. നമ്മൾ ഈ കാണുന്ന ചന്ദ്രൻ അല്ല ഈ ചന്ദ്രലോകം. കാരണം ആ ചന്ദ്രലോകം ആദിത്യൻ, ഈ ചന്ദ്രൻ ആദിത്യന് താഴെയാണ്. നമ്മളുടെ ചന്ദ്രലോകം ആദിത്യന് പൊക്കത്താണ്. ഓക്കെ, എന്ന് ചന്ദ്രമസത്തിൽ നിന്നോട്ട് പോകും, വിദ്യുത് ലോകത്തേക്ക് പോകും, വിദ്യുത് ലോകത്തിൽ നിന്ന് വരണലോകത്തിലേക്ക് പോകും, വരണലോകത്തിൽ നിന്ന് ഇന്ദ്രലോകത്തിലേക്ക് പോകും, ഇന്ദ്രലോകത്തിൽ നിന്ന് പ്രജാപതി ലോകത്തിലേക്ക് പോകും, പ്രജാപതി ലോകത്തിൽ നിന്ന് ഹിരണ്യഗർഭ ലോകത്തിലേക്ക് പോകും. ठीके, പക്ഷെ നിങ്ങളുടെ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നേ നമ്മളിപ്പോ ഭാഷത്ത് കാണാം, സത്യമസൗ എന്ന് പറഞ്ഞിട്ട് പോകുന്നത് പ്രജാപതി വരെയാണ് ഭാഷകാരൻ അവതരിപ്പിച്ചത്. അത് അവിടെ 4ആയിട്ടൊക്കെ തിരിക്കാം, എങ്ങനെ ആ ഹിരണ്യഗർഭ ലോകത്തെ. അതുകൊണ്ട് പ്രജാപതി എന്ന് പറഞ്ഞ് നിർത്താണ്. പ്രജാപതി കഴിഞ്ഞാൽ ഹിരണ്യഗർഭുണ്ട്. അപ്പൊ എന്ത് പറ്റും? ഈ സത്യലോക പ്രാപ്തിക്ക് പ്രതിബന്ധകനായിട്ടാണ് ആരിരിക്കുന്നത്? ആദിത്യൻ ഇരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യഥാ വൈ പുരുഷോ അസ്മാത് ലോകാത് പ്രൈതി സ വായുമാഗച്ഛതി തസ്മൈ സ തത്ര വിജിഹീതേ യഥാ രജചക്രസ്യ ഖം തേന സ ഊർധ്വം ക്രാമതേ സ ആദിത്യമാഗച്ഛതി തസ്മൈ സ തത്ര വിജിഹീതേ യഥാ ലംബരസ്യ ഖം തേന സ ഊർധ്വം ആക്രമതേ സ ചന്ദ്രമസമാഗച്ഛതി തസ്മൈ സ തത്ര വിജിഹീതേ യഥാ ദുന്ദുബേർ ഖം തേന സ ഊർധ്വം ആക്രമതേ സ ലോകമാഗച്ഛതി എന്നുള്ളത് ബ്രഹ്മലോകമാഗച്ഛതി എന്ന് പറയും. ആ പുരുഷൻ ഈ ലോകത്തിന് വിട്ടിട്ട് വായുലോകത്തേക്ക് പോകും. അതായത് നമ്മൾ പറഞ്ഞ 14 നിങ്ങൾക്ക് ഒരിടത്ത് ഒറ്റയ്ക്ക് കാണത്തില്ല. ठीके, പല സ്ഥലത്തു നിന്നുള്ളത് പിടിച്ചെഴുതി 14 വെച്ചതാണ്. പല രീതിയിൽ പല സ്ഥലത്ത് പറഞ്ഞു കളയും. ഇപ്പൊ ഒരു രീതിയാണ് ഇവിടെ വായുവിലേക്ക് എത്തി, അവിടെ അവയവങ്ങളെ മാറ്റിക്കൊടുക്കുകയാണ്, വഴി കൊടുക്കുകയാണ് വായു ലോകം. എന്നിട്ടോ അവിടുന്ന് ആദിത്യനിലെത്തും. ഈ ആദിത്യനെ കുറിച്ചാണ് ഭാഷ്യത്തിൽ പറയുമ്പോൾ പറയുന്നത്, ഈ ആദിത്യനാണ് വഴിമുടക്കുന്നവൻ. ആ വഴിമുടക്കൽ ആദിത്യനാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ കാണുന്നത്. ഹിരൺമയേന പാത്രേണ, അതായത് ആദിത്യനെ നോക്കുകയാണെങ്കിൽ തിളങ്ങി നിൽക്കുന്ന പ്രകാശമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹിരൺമയമായിരിക്കുന്ന പാത്രം പോലെ എന്ന് പറഞ്ഞത്. തേജോ മണ്ഡലത്തെ കാണിച്ചിട്ടാണ് പറയുന്നത്. തിളങ്ങി നിൽക്കുന്ന ആദിത്യനാണ് ഇവിടുത്തെ പാത്രസ്വരൂപനായിട്ട് പറയപ്പെട്ടത്.
അതിനാൽ സത്യബ്രഹ്മലോകത്തിലേക്കുള്ള മാർഗം തടയപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ പറയുന്നത് എന്താണ്? ആരോടാ യാചിക്കുന്നത്? ആദിത്യനോടാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ആദിത്യൻ ഹിരണ്യഗർഭൻ അല്ലെങ്കിലും ഹിരണ്യഗർഭ ഉപാസന ചെയ്യുന്ന സമയത്ത് ഈ ആദിത്യ പുരുഷനെയും ചാക്ഷുഷ പുരുഷനെയും ഏകത്വം ചെയ്തുകൊണ്ടാണ് ഉപാസിച്ചത് എന്നുള്ളതിനാൽ ഈ ആദിത്യ പുരുഷനെയും നമ്മൾ ഹിരണ്യഗർഭനായിട്ട് കാണുന്നുണ്ട് ഉപാസന കാലത്ത്. ഇതൊന്നും നിങ്ങളുടെ ബുക്കിൽ, ഇതൊന്നും ഈ ഉപനിഷത്തിൽ, ഈശാവാസ്യത്തിൽ കിട്ടത്തില്ല. ഇത് പല സ്ഥലത്തുള്ള എടുത്തിട്ട് ഞാൻ സമ്പന്നമായിട്ട് അവതരിപ്പിച്ചെന്നുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന മുഖം അഭിഹിതമാണ്, മൂടപ്പെട്ടിരിക്കുന്നു. മുഖം ഉദ്ദേശിച്ച ദ്വാരം എന്നാണ്. സത്യാത്മലോക പ്രാപ്തിക്കുള്ള ദ്വാരമായിരിക്കുന്ന ഈ ആദിത്യൻ മൂടപ്പെട്ടിരിക്കുകയാണ്. അതിനെയാണ് ഞാൻ ഭാഷ്യത്തിലൂടെ അവതരിപ്പിച്ചത്. തത് ത്വം, ഇത് രണ്ട് പദമാണ്. ആ പാത്രത്തെ ത്വം എന്ന് പറ നീ, അല്ലയോ ഹിരണ്യഗർഭ അഭിന്നമായിരിക്കുന്ന ഈ ആദിത്യ മണ്ഡലസ്ഥ പുരുഷ, ഹേ പൂഷൻ, അല്ലയോ പൂഷൻ, സകല ജഗത്തിനെയും പോഷിപ്പിക്കുന്ന സൂര്യ, അപാവർണു മാറ്റൂ. ആർക്ക് വേണ്ടി? സത്യധർമ്മമായ, സത്യം ധർമ്മമായിരിക്കുന്ന എനിക്ക്, ദൃഷ്ടയെ, എനിക്ക് ആ ബ്രഹ്മലോക പ്രാപ്തിക്കായിട്ട് എന്ന് മനസ്സിലായിക്കൊള്ളുക. ഉപലബ്ധയെ, ദൃഷ്ടയെ ഉപലബ്ധയെ പ്രാപ്തിക്കായിട്ട്, ബ്രഹ്മലോക പ്രാപ്തിക്കായിട്ട് അതിന്റെ മാർഗത്തിന് വിഘ്നമായിരിക്കുന്ന ഈ ആദിത്യ മണ്ഡലത്തിലെ രശ്മികൾ എനിക്ക് മാറ്റിത്തരൂ. ഉദ്ദേശിച്ചത് അവിടെ ലംബരസ്യകം എന്നല്ല പറഞ്ഞത്. ആദിത്യം ഗച്ഛതി തസ്മൈ സ വിജിഹീതേ യഥാ ലംബരസ്യകം. ലംബരം എന്നുള്ളത് വാദിത്യ വിശേഷമാണ്. മൊത്തമൊന്നുമില്ല, ചെറിയൊരു ദ്വാരമാണ്. ഒന്നും ചെയ്യണ്ട, യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ അതുവഴി കടന്നു പോകാൻ പറ്റത്തുള്ളൂ. ഇനിയും വേറെ സ്ഥലത്ത് പറയും ആദിവാഹിക ദേവതകൾ വരും. കുറെ ദൂരം പോയി കഴിഞ്ഞാൽ ആദിവാഹിക ദേവതകളാണ് പിന്നെ ഓരോരോ ലോകങ്ങൾ കടത്തിവിടുക. അന്നപ്പോൾ ആ ലോകം കടന്നു പോകുന്ന ജീവന്റെ കൂടെ ആ ദേവതയ്ക്ക് പോലും കിടക്കാൻ പറ്റത്തില്ല. പിന്നെ ആണോ മറ്റുള്ള ഉപാസകന്മാർക്ക് കടന്നു പോകാൻ പറ്റും? കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾ ഭാഷ്യഭാഗം കണ്ടോ. തത്ര കേന മാർഗേണ അമൃതത്വം അശ്നുതേ ഇതി. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഇത് വിശദീകരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ബൃഹദാരണ്യക പങ്ക്തി എടുത്തുകൊണ്ട് വെക്കുകയാണ്. തദ്യത് സത്യം, തദ്യത് തത്സത്യം അസൗ സ ആദിത്യോ യ ഏഷ ഏതസ്മിൻ മണ്ഡലേ പുരുഷോ യശ്ചായം ദക്ഷിണേ അക്ഷൻ പുരുഷ. തദ് യത് എന്ന് പറഞ്ഞിട്ട് മുമ്പ് നടത്തിയ ഒരു ഉപാസനയുണ്ട്, ഹിരണ്യഗർഭ ഉപാസന എന്ന് പറഞ്ഞാൽ ആദിത്യമണ്ഡലത്തിലെയും ചക്ഷുവിലെയും പുരുഷനെ ഏകീകരിച്ചും കൊണ്ട് ഇത്രയും പോരാ, തദഹം അസ്മി എന്നുള്ള അഹങ്കാര ഉപാസന സ്ഥലമാണിത്. ഓക്കെ, അതായത് ഇതൊക്കെ യോജിപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ ബേസിക് സിദ്ധാന്തങ്ങൾ കൊണ്ടുവച്ച് വെക്കണം. പ്രതികാലംബന നൈരീതി ബാധരായണ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രതികാലംബനക്കാരന് പോകാൻ പറ്റത്തില്ല. പിന്നെയോ സമ്പദുപാസകനാണ്. സമ്പദുപാസനയിൽ തന്നെ ഞാനുമായിട്ട് അഭേദം ചെയ്തുകൊണ്ട്, സമ്പദുപാസന അഭേദോപാസനയാണ്. എല്ലാ സ്ഥലത്തും അഭേദോപാസന, എനിക്ക് അതുമായിട്ട് അഭേദമൊന്നുമില്ല. ठीक है, എനിക്കും അതുമായി പറയപ്പെട്ട വസ്തുവായിട്ട് ഉപാസകന് അഭേദം പറയുന്ന സ്ഥലമുണ്ട്, ഉപാസകന് അഭേദമില്ലാതെയും പറയപ്പെട്ട രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അഭേദവും ചെയ്യുന്ന സ്ഥലമുണ്ട്. ഇവിടെ ഇപ്പോൾ ഹിരണ്യഗർഭലോക പ്രാപ്തിക്ക് ആദിത്യനിലെ പുരുഷനും, അതായത് ഏതൊരു ഹിരണ്യഗർഭനുണ്ടോ ആ പുരുഷന് ആദിത്യ മണ്ഡലാന്തർഗത പുരുഷനായിട്ട് ഏകത്വം ചെയ്തും കൊണ്ട് ആ പുരുഷന് ചക്ഷുവിലെ പുരുഷൻ, നമ്മുടെ കണ്ണിലെ ഒരു പുരുഷനുണ്ട്, ആ പുരുഷനുമായിട്ട്, അതായത് ഇത് ആർക്ക് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാല് യോഗികൾക്ക് കാണാമെന്നൊക്കെ പറയും. അതുകൊണ്ട് നമ്മളല്ല, മനസ്സിലാകുന്നുണ്ടോ? ഇവൻ വേറെ, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ നിരൂപണം. ഞാൻ എന്ത് ചെയ്യും? യോഗികൾക്ക് ആദിത്യ മണ്ഡലത്തിലെ പുരുഷനെ കാണാൻ പറ്റും. അതിന്റെ സ്വരൂപം എങ്ങനെയാ? സുവർണ രോമം, സുവർണ ശ്മശ്രു, ठीके, ആ നഖാഗ്രം സുവർണ ഏവ എന്ന് പറയും. ചക്ഷു എങ്ങനെ ഉണ്ടാവും? കപ്യാസിമോ പുണ്ടരികാക്ഷം. കവി കുരങ്ങന്റെ ആസനം, ഇരിപ്പിടം ഉണ്ടല്ലോ, അത് ചുവന്നിരിക്കും. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ പോയാൽ തണുപ്പ് കാലത്ത് ചുവന്നിരിക്കും അത്. മുഖവും ആസനവും തുറന്നിരിക്കും. എന്നിട്ട് ഇങ്ങേരെ എന്ത് ചെയ്തു? മുഖം വിട്ടിട്ട് ആസനത്തെയാണ് എടുത്തിരിക്കുന്നത്. കപ്യാസിമ പുണ്ടരീകാക്ഷം, കവിയുടെ ആസനം പോലെയുള്ള പുണ്ടരീകം, ചുവന്ന താമര എന്നർത്ഥം. അതുപോലെയുള്ള കണ്ണ് ആർക്ക്? ആദിത്യാന്തർഗതനായിരിക്കുന്ന പരമാത്മാവിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇവിടെ ഇപ്പോൾ ഹിരണ്യഗർഭൻ എന്നാണ് പറയുന്നതെങ്കിലും നിങ്ങൾക്ക് ഇത് ബ്രഹ്മസൂത്രത്തിൽ എത്തുമ്പോഴേക്ക് ഇത് ഈശ്വരനായി മാറും. അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. ठीक है, പറഞ്ഞ രീതിയിൽ അങ്ങോട്ട് ഉപാസന ചെയ്താൽ മതി, ഫലം കിട്ടിക്കോളൂ. അതുകൊണ്ട് അവിടെ പറഞ്ഞില്ലേ, ഇവിടെ ഇത് പറഞ്ഞില്ലേ, ടെൻഷൻ അടിക്കണ്ട.
അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന ഉപാസനയെ എടുത്തു കാണിക്കുകയാണ്. തത്സത്യം, അത് സത്യസ്വരൂപനാണ്. ആര്? അസൗ എന്ന് പറഞ്ഞ ഇവൻ. ഇവൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. സ ആദിത്യോ, ആദിത്യ ഉദ്ദേശിച്ചത് ആദിത്യ മണ്ഡലാന്തർഗതനാണ്. അവൻ അത് മാത്രാണോ? അല്ല. സ ഏഷ ഏതസ്മിൻ മണ്ഡലേ പുരുഷോ. ഏതസ്മിൻ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? യശ്ചായം ദക്ഷിണാക്ഷൻ പുരുഷ, വലത് കണ്ണിലെ പുരുഷൻ. അതെന്താ ഇടത് കണ്ണ് പാടില്ലേ? വലത് കണ്ണിന് പ്രാധാന്യമുണ്ട്. വലത് ദക്ഷിണം എന്ന് പറഞ്ഞാൽ തന്നെ പ്രാധാന്യമുണ്ട്. ഈ സമ്പ്രദായത്തിലെ ഗുരുക്കന്മാരെല്ലാം ജനിച്ചത് ദക്ഷിണത്തിലാണ്. ഏതെങ്കിലും പേരിനൊരൊന്ന് ഉള്ള അവതാരങ്ങളൊക്കെ ജനിച്ച യു പിയിൽ ഇത്ര അവതാരങ്ങൾ ജനിച്ചിട്ടും യു പി നന്നാക്കാൻ പറ്റിയിട്ടില്ല. അതായത് ഒരു അവതാരം വന്നിട്ടും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കത്തില്ല എന്ന് തെളിയിച്ചും കൊണ്ടാണ് അവതാരങ്ങൾ പോയത്. ഞങ്ങൾ വന്നിട്ടൊന്നും കാര്യമില്ല, നാട് നന്നാവില്ല. പിന്നെ ഗ്യാരണ്ടി കാർഡ് കൊടുത്തു പോയത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരണം. എന്താ പറഞ്ഞത്? സംഭവാമി യുഗ യുഗ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അങ്ങേര് കയറി വരും. ഒരു മാറ്റം അതല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ രാമൻ വന്ന് വൃത്തിയാക്കി പോയി എന്ന് പറയുന്നത്, കൃഷ്ണൻ വന്ന് എന്താ ഇത്? ഈ കണ്ടവരെയൊക്കെ കൊന്ന് കൊലപാതകം പിടിച്ചിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് എന്ത് ധർമ്മം ഉണ്ടായി? ഇത് ബ്രഹ്മാകാര വൃത്തി ജനങ്ങൾക്ക് കൊടുത്തിട്ടാണ് പോയത്. ഓക്കെ, അങ്ങേരുടെ അച്ഛനും അമ്മയ്ക്ക് ഉപദേശം കൊടുത്തിട്ടാണോ? അവർക്ക് ബ്രഹ്മാകാര വൃത്തി കൊടുത്തിട്ടാണോ പോയത്? ശ്രീകൃഷ്ണൻ സ്വന്തം അച്ഛനമ്മയ്ക്കും ബ്രഹ്മാകാര വൃത്തി കൊടുത്തിട്ടില്ല. പക്ഷേ തിരുവണ്ണാമലയിലെ ചിലര് അമ്മയുടെ നെഞ്ചത്ത് കൈകൊടുത്തിട്ട് ബ്രഹ്മാകാര വൃത്തി കൊടുത്തിട്ടുണ്ട്. ശ്രീകൃഷ്ണന്റെ ആത്തനായി നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു പറയാം. ശ്രീകൃഷ്ണന്റെ കഥ അറിയായിരുന്നു എങ്കിൽ ഈ കഥ ഉണ്ടാക്കത്തില്ലായിരുന്നു. മനസ്സിലായോ? സ്വന്തം അമ്മയ്ക്ക് പരമാത്മാവ് നേരിട്ട് ശരീരം പിടിച്ച സമയത്ത് അർജുനൻ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്, വഞ്ചിതോഹം മഹാരാജ ഹരിണ ബന്ധുരൂപിണ. അങ്ങേര് ശരിക്കും ഞാൻ ഗ്രൗണ്ട് റിയാലിറ്റി നോക്കിയാൽ അങ്ങേര് വളരെ ബുദ്ധിപൂർവമായിട്ട് ആര് എവിടെ ലോക്ക് ചെയ്യാം അതൊക്കെ ചെയ്തിട്ട് വിജയിപ്പിച്ചു കൊണ്ടുവന്നാണ് സാധനം. നമ്മളതിന് ഒരു ഈശ്വരത്വം കൊടുത്തിട്ട് അങ്ങേർക്ക് എക്സ്ക്യൂസ് കൊടുക്കുകയാണ്. കളിച്ച കളി മൊത്തം ടീക്കേ ജിം എന്ന് പറഞ്ഞു പോയതുപോലെയാണ് ഇവിടത്തെ ഓരോ പരിപാടികൾ. ഞങ്ങളുടെ ഗിമ്മിക്കല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞല്ലേ, അതേപോലെയാണ്. ചേട്ടനും തകർത്ത് വാരിക്കൊണ്ട് പോയതാ. പിന്നെ ഗീതയൊക്കെ പറഞ്ഞു തന്നല്ലേ വിചാരിച്ചിട്ടും ഉണ്ടാതിരിക്കുന്നത് മാത്രം. നോക്കണേ, ശ്രീകൃഷ്ണൻ അങ്ങനെ ആർക്കും നെഞ്ചത്ത് കൈവച്ചിട്ടോ തലയിൽ കൈവച്ചിട്ടോ കാലെടുത്ത് തലയിൽ വെച്ചിട്ടോ ഒന്നും ജ്ഞാനം കൊടുത്തിട്ടില്ല. അന്നപ്പോൾ അമ്മയുടെ നെഞ്ചത്ത് കൈകൊഴിച്ചിട്ട് ജ്ഞാനം കൊടുത്തെന്നൊക്കെ പറഞ്ഞാൽ എത്ര എന്ത് ചെയ്യും ഈ ജ്ഞാനികൾ, എന്ത് ചെയ്യും എന്ന് പറയാം. ഞങ്ങള് ശ്രീകൃഷ്ണന്റെ കഥ അറിയെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു സാധനം എഴുതി പിടിപ്പിക്കുകയായിരുന്നു ജീവചരിത്രത്തിൽ. ടോക്ക് വിത്ത് ഹിന്ദിയിലെ ടോക്കായിരിക്കും അത്. സത്യം അസൗ സ ആദിത്യോ ഏഷ ഏതസ്മിൻ മണ്ഡലേ പുരുഷോ. അതായത് മുമ്പ് പറഞ്ഞിരിക്കുന്ന ഉപാസ്യ വസ്തു എന്നുള്ളത് ഈ കാണുന്ന ആദിത്യനും, അതായത് ആദിത്യ മണ്ഡലാന്തർഗതനായിരിക്കുന്ന പുരുഷനും ചാക്ഷുഷ പുരുഷനുമാകുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഏതദുഭയം സത്യം ബ്രഹ്മ ഉപാസീനോ. ഏതദുഭയം എന്ന ഉദ്ദേശം എന്താണ്? ചാക്ഷുഷ പുരുഷനെയും ആദിത്യ മണ്ഡലാന്തർഗതനായിരിക്കുന്ന പുരുഷനെയും. ഇങ്ങനെ ഇരിക്കുന്ന സത്യബ്രഹ്മ ഉപാസീന എന്ന ഉപാസന ചെയ്യുന്നവന്, അപ്പൊ മനസ്സിലായിക്കൊള്ളേ, ആദിത്യ മണ്ഡല ഉപാധിയായിട്ട് എടുത്തിട്ടുള്ളൂ. ആള് ആദിത്യ മണ്ഡലത്തിലൊന്നും അല്ലതുള്ളത്. ആദിത്യ മണ്ഡലം കഴിഞ്ഞ് എത്രയോ പോയാൽ ഹിരണ്യഗർഭ ലോകത്ത് എത്തത്തുള്ളൂ. ഹിരണ്യഗർഭ ലോകത്ത് ഹിരണ്യഗർഭന് ഒരു ശരീരമുണ്ട്. മനസ്സിലായോ? എന്തുകൊണ്ടാ ഈ മാർഗമൊക്കെ ഭേദിച്ച് അവിടെ എത്തിയിട്ട് അങ്ങേര് ശാസനം ചെയ്യുന്നത്? ആദിത്യൻ എന്നുള്ളത് സ്ഥൂലമാണ്. ഹിരണ്യഗർഭന്റെ ശരീരം സമഷ്ടി ലിംഗശരീര അഭിമാനി ആയതുകൊണ്ട് സൂക്ഷ്മ ശരീരാഭിമാനിയാണ് അവൻ. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ചില സ്ഥലത്ത് അണ്ടം ഭേദിച്ചു പോകുന്നു എന്ന് പറയുന്നുണ്ട്. ടീക്കേ, അപ്പോൾ അണ്ടത്തെ എന്താക്കി എടുക്കേണ്ടി വരും? വിരാടണ്ടായിട്ട് എടുക്കേണ്ടി വരും. അതാണ് വളരെ സട്ടിലായിരിക്കുന്ന കുറെ മീനിങ് ഉണ്ട് പല സ്ഥലത്തുമായിട്ട്. അപ്പം തന്നെ രണ്ട് വിധത്തില് ഹിരണ്യഗർഭനെയും കൂട്ടിച്ചേർത്ത് അണ്ടം വേറെ കാണേണ്ടി വരും, വിരാട് രൂപത്തിലുള്ള അണ്ടത്തെ വേറെ കാണേണ്ടി വരും. സ്ഥൂലാണ്ടമല്ലേ ഇത്? അത് സൂക്ഷ്മം കൂടിച്ചേരുമ്പോഴല്ലേ അവനിരിക്കുന്നത്. അവന്റെ ലോകത്തിലേക്ക് പോവാന്ന് പറഞ്ഞാല് ടീക്കേ, ഈ ഒരു അണ്ടത്തെ ഭേദിച്ചും കൊണ്ട് പോകുന്നു എന്നൊരു ഒരു മന്ത്രം തന്നെയുണ്ട്. ഏതദുഭയം സത്യം ബ്രഹ്മ ഉപാസീന. ഈ രണ്ട് അഭിന്നമായിക്കൊണ്ട് ചാക്ഷുഷ പുരുഷ അഭിന്നമായിരിക്കുന്ന ആദിത്യമണ്ഡലാന്തർഗത പുരുഷനുമായിട്ട് ആ സത്യബ്രഹ്മത്തെ ഏകത്വം പ്രാപിച്ചും കൊണ്ട് ഉപാസിക്കുന്ന ആരുടെ ഏകത്വമാ? ഉപാസകന്റെ ഏകത്വം കൂടി മനസ്സിലായിക്കൊള്ളേ. ഉപാസകൻ മനസ്സിലാക്കാണ് ഈ ചാക്ഷുഷ പുരുഷനും ആദിത്യ പുരുഷനും ഏകമായിരിക്കുന്ന ഞാനാകുന്നു. അങ്ങനെയാണ് ഉപാസന വരിക. പിന്നെന്ത് പറയും? ആ നഖാഗ്രം സുവർണ എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മൊത്തത്തിൽ അവർ ഗോൾഡൻ കളറിലാണ് നിൽക്കുന്നത്. കണ്ണാണെങ്കിലോ ചന്താമര,
ചെന്താമരപ്പൂ മൊട്ടുപോലുള്ള ടീക്കെ ഇതെല്ലാം ഈശ്വരന്റേത് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഈശ്വര അഭിന്നമായിരിക്കുന്ന ഹിരണ്യഗർഭന അഭിന്നമായിട്ടാണ് ഉപാസകൻ തന്നെ ഉപാസന സമയത്ത് കാണുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടല്ലേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് എന്ത് പറ്റും? യഥോക്ത കർമ്മകൃച്ഛ, ഇത് മാത്രം ചെയ്താൽ പോരാ, പറയപ്പെട്ടിരിക്കുന്ന കർമ്മവും ചെയ്യണം. ഏത് കർമ്മം? നിഷേകാദി ശ്മശാനാന്ത കർമ്മമാണ്. പരമ്പരയിൽ ഇങ്ങനെ നിലനിൽക്കുന്ന ആൾക്കാരാണ്. യഹ, ആരാണോ അവന് അന്തക്കാലേ പ്രാപ്തേ, അവന്റെ മരണകാലമായി. ഇവിടെ ഇപ്പോൾ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് മാർഗയാചന നടത്തുന്നുണ്ട്. എന്നാൽ ഒരു സംശയം വരാം, എല്ലാ ഉപാസനാ സ്ഥലത്തും മാർഗയാചന ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസൂത്രത്തിൽ പറയും, എവിടെയാണോ മാർഗയാചന പറഞ്ഞത് ആ ഉപാസന നടത്തുന്നത് അതാരാ? ശാഖിയാണ് ഉപാസന നടത്തുക, തതുപാസന. ഓരോരോ ശാഖാമാല ഉണ്ടല്ലോ, ശാഖയുള്ള ആൾക്കാർ, അവർ ഈ ഉപാസന നടത്തും. അവർക്ക് എന്തായാലും മാർഗയാചന ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലാതെ എല്ലാ സ്ഥലത്തും മാർഗയാചന ഇല്ല എന്നുള്ളത് കൊണ്ട് അന്ത്യകാലത്ത് എല്ലാവർക്കും മാർഗയാചനയുടെ സമയം വരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഇവിടത്തേക്ക് മാത്രമുള്ള സാധനമാണ് പ്രാപ്തി സതി ആത്മാനം. ആത്മന എന്താണ് പറഞ്ഞത്? സത്യാത്മാനം. യെസ്, സോ അന്തക്കാലേ പ്രാപ്തേ, സത്യമല്ല കേട്ടോ, സത്യാത്മാനം. ഇതെന്താ സത്യാത്മാനം എന്ന് പറയുന്നത്? ടിപ്പണി 6 ആണ്. സത്യാത്മാനം ഇതി, സത്യാത്മാനം ഭാഷ്യത്തിൽ ഒന്നുകൂടിയേ, സത്യാത്മാനം ആത്മനഃ പ്രാപ്തി ദ്വാരല്ല. അപ്പൊ അത് മൊത്തം ഇവിടെ ടിപ്പണിയിൽ വരുന്നുണ്ട്. സത്യാത്മാനം ഇതി ആത്മനഃ എന്ന് പറഞ്ഞ സ്വസ്യ എന്നർത്ഥം, തന്റെ. സത്യാത്മപ്രാപ്തി ദ്വാരം എന്ന് പറയുന്ന അർത്ഥം തത് ആപ്തി മാർഗം എന്നാണ്. ഹിരണ്യഗർഭനെ പ്രാപിക്കാനുള്ള മാർഗം മാത്രമാണ് ഈ ആദിത്യൻ. അങ്ങനെ ഇരിക്കുന്ന സത്യാത്മാനം എന്ന് പറഞ്ഞാൽ ഉപാസ്യം, തന്റെ ഉപാസ്യ വസ്തുവായിരിക്കുന്ന ഹിരണ്യഗർഭനെ ഇവിടെ ഇപ്പോൾ ആദിത്യ മണ്ഡലാന്തർഗതനായി കണ്ടുകൊണ്ട്, കാരണം ഉപാസന നടത്തുന്ന സമയത്ത് ആദിത്യ മണ്ഡലത്തിലാണ് ചെയ്തിരിക്കുന്നത് ഹിരണ്യഗർഭ ഉപാസന എന്ന് പറഞ്ഞാൽ ആദിത്യ മണ്ഡല പുരുഷനും സാക്ഷര പുരുഷനും ഞാനും ഏകനാണെന്നുള്ളതാണ്. അത് ആരാ? ഹിരണ്യഗർഭനാണ് താനും. അതുകൊണ്ട് ഇവിടെ കാണുന്ന ആദിത്യ മണ്ഡലാന്തർഗതനായിരിക്കുന്ന പുരുഷനോട് യാചിക്കുകയാണത്. ഇനി ഭാഷ്യം കണ്ടോ, സത്യാത്മാനം, സത്യാത്മസ്വരൂപനോട് ആത്മനഃ പ്രാപ്തി ദ്വാരം എന്ന് പറയാ, തനിക്ക് ഹിരണ്യഗർഭനെ പ്രാപിക്കാനുള്ള ദ്വാരമാണ് ഈ സത്യാത്മാ. ശരിക്കേ, യാചതേ, എന്താ അങ്ങനെ യാചിക്കുന്നത്? ഹിരൺമയേന പാത്രേണ. ഇത് മന്ത്രത്തിന്റെ ഭാഗം എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി ഈ മന്ത്രത്തെ വ്യാഖ്യാനിക്കാം. ഹിരണ്യമിവ ഹിരൺമയം. കണ്ടോ, അവിടെ യകാരമില്ല. നിങ്ങളുടെ മന്ത്രത്തില് ഹിരണ്യമയമിവ ഹിരൺമയം എന്നാ. ശരിക്കും ഹിരൺമയം എന്നുള്ളത് മന്ത്രത്തിന്റെ ഭാഗമാണ്. അതിന്റെ വ്യാഖ്യാനം ആദ്യം പറഞ്ഞത് ഹിരണ്യമയമിവ, സുവർണമയമായതുപോലെ ഇരിക്കുന്നത് കൊണ്ട് ഹിരൺമയം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ എന്താർത്ഥം? ജ്യോതിർമയമിത്യേത്, ആദിത്യൻ ജ്യോതിർമയനല്ലേ, പ്രകാശസ്വരൂപനല്ലേ. അതുകൊണ്ട് ഹിരൺമയേന പാത്രേണ, ആ ആദിത്യന്റെ വെളിച്ചത്തെ തന്നെയാണ് പാത്രമായിട്ട്, ആദിത്യൻ തന്നെയാണ് പാത്രമായിട്ട് കാണുന്നത്. ആ ആദിത്യൻ വെളിച്ചമായിരിക്കുന്നത് കൊണ്ടാണ് സുവർണമായിരിക്കുന്ന രൂപത്തിലിരിക്കുന്നത് കൊണ്ട് സുവർണമയമായിരിക്കുന്ന പാത്രം എന്ന് പറയുന്നത്. ആദിത്യൻ തന്നെയാണ് ഉദ്ദേശിച്ച് പറയുന്നത്. ജ്യോതിർമയം എത്തിയത്, ജ്യോതിർ സ്വരൂപൻ എന്നർത്ഥം. ഹിരൺമയ ശബ്ദത്തിന് അർത്ഥമാണ് ജ്യോതിർമയം എന്നർത്ഥം. തേന പാത്രേണ, ടിപ്പണി 7 കാണു. പാത്ര തുല്യേന തേജോ മണ്ഡലേന എന്ന് മനസ്സിലാക്കി. പാത്രത്തിന് തുല്യമായിരിക്കുന്ന തേജോ മണ്ഡലത്താൽ. അഭിധാനഭൂതേന, അഭിധാനം എന്ന് പറഞ്ഞാൽ മൂടപ്പെടുക. അപ്പൊ മൂടുക എന്നുള്ളത് ആയിരത്തിന് സമാനമായിരിക്കുന്ന ഈ പാത്രത്താൽ സത്യസീവ ആദിത്യ മണ്ഡലസ്തസ്യ ബ്രഹ്മണോ. വാസ്തവത്തിൽ ഹിരണ്യഗർഭൻ വേറെയാണെങ്കിലും ആദിത്യ മണ്ഡലാന്തർഗതനുമായിട്ട് ഏകത്വം പറഞ്ഞതുകൊണ്ട് എന്ത് പറഞ്ഞു? സത്യസ്യ എന്ന് പറഞ്ഞാൽ ആദിത്യ മണ്ഡലത്തിൽ ഇരിക്കുന്നവനാണ് ആദിത്യ മണ്ഡലസ്ഥ. ആദിത്യ മണ്ഡലത്തിൽ ഇരിക്കുന്ന സത്യബ്രഹ്മത്തിന്റെ സത്യസ്യ ബ്രഹ്മണോ. ദ്വാരം എന്ന് മുന്നോട്ട് വരും, അതിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് അന്വയിക്കുക. ദ്വാരം അഭിഹിതം, അഭിഹിതം എന്ന് പറഞ്ഞാൽ ആച്ഛാദിതം, മൂടപ്പെട്ടിരിക്കുന്നു. സത്യസ്യ ആദിത്യ മണ്ഡലസ്തസ്യ, സത്യമായിരിക്കുന്ന ആദിത്യ മണ്ഡലത്തിന്റെ എന്ന് പറയുന്ന ബ്രഹ്മത്തിന്റെ ദ്വാരം മൂടപ്പെട്ടിരിക്കുന്നു. ഇവിടെ കൂടുതൽ ഡീറ്റെയിൽ പറയേണ്ടതായിരുന്നു. ആദിത്യ മണ്ഡലം ദ്വാരമായിട്ടിരിക്കുന്ന ഹിരണ്യഗർഭ പ്രാപ്തിക്ക് ആദിത്യ മണ്ഡലം ഒരു വിഘാതമായിട്ടിരിക്കുന്നു. ദ്വാരം മൂടപ്പെട്ടിരിക്കുകയാണ് ഈ ആദിത്യ മണ്ഡലത്താൽ. ഓക്കെ, അവിടെ നിന്നാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ ആദിത്യ മണ്ഡലമാണ് എന്തായിട്ടിരിക്കുന്നത്? മാർഗത്തിന് തടസ്സമായിട്ടിരിക്കുന്നത്. അതേപോലെ ഭാഷ്യത്തിലൊരു ഭാഗമുണ്ട് നിങ്ങളുടെ 5:10:1 ബൃഹദാരണ്യക സ്ഥലത്ത്, അധ അസ്യാധുന സത്യസ്യ ബ്രഹ്മണോ സംസ്ഥാന വിശേഷ ഉപാസന ഉച്ചതേന.
അതായത് സത്യബ്രഹ്മത്തിന്റെ ഉപാസന സംസ്ഥാന വിശേഷം എന്ന് പറഞ്ഞാൽ ആദിത്യ മണ്ഡലത്തിൽ പറയുന്നു എന്നാണ്. അപ്പൊ ആദിത്യ മണ്ഡലം അല്ല സത്യബ്രഹ്മം എന്നുള്ള അർത്ഥം അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഓർത്തോളണം, കാരണം ഇവിടെ ഇല്ല. ഇതിന് ഡീറ്റെയിൽ പറയുന്ന ബൃഹദാരണ്യത്തിലേ ഉള്ളൂ. അത് ഞാൻ എടുത്ത് ഇവിടെ വെച്ചെന്നുള്ളൂ. അതിന്റെ ദ്വാരം അഭിഹിതം, ദ്വാരം മൂടപ്പെട്ടിരിക്കുകയാണ്. ഇതെന്ത് ചെയ്യണം? തത് ത്വം, തത്വം ഭിന്ന ഭിന്ന പദമാണ്. നീ ആരാ? ടിപ്പണി കാണു. തത്തിന്റെ അർത്ഥം ചെയ്തു പാത്രം. ത്വം നീ ആരാ? പൂഷൻ. പൂഷൻ ആരാ? ആദിത്യൻ. അപ്പോൾ അപാവൃണു എന്ന് പറഞ്ഞാൽ അപസാരയ, മാറ്റു. ഓക്കെ, പോഷണാത് പൂഷ എന്ന് പറയും. ഈ ജഗത്തിനെ മൊത്തം പോഷിപ്പിക്കുന്നതുകൊണ്ടാണ് പൂഷൻ എന്ന് പേര് വന്നത്. ഭൂഷൺ, അല്ലയോ ഭൂഷൺ, അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. നീ ആ പാത്രത്തെ മാറ്റൂ, എനിക്ക് അതുവഴി പോകണം. ആർക്ക്? ഇനി പറയാണ് മന്ത്രത്തിൽ വന്നത് സത്യധർമായ ദൃഷ്ടയെന്ന. ഇതിന് വ്യാഖ്യാനം പറയാണ്. ഇത് രണ്ട് വ്യാഖ്യാനം ഇതിന്. സത്യധർമായ, ഇതിന്റെ വ്യാഖ്യാനം എന്താ? തവ സത്യസ്യ ഉപാസനാത് സത്യം ധർമ്മോ യസ്യ മമ സോഹം സത്യധർമ്മ. നീയായിരിക്കുന്ന സത്യത്തിന്റെ ഉപാസന കൊണ്ട് ഞാനിപ്പോൾ സത്യധർമ്മനായി. ഇതിനെ ടിപ്പണി കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ടിപ്പണിയിൽ വേറെ രീതിയിലാണ് പോയത്. അതുകൊണ്ട് ഒരു പെരിഫറൽ അന്വയം ഭാഷത്തിൽ കഴിഞ്ഞിട്ട് താഴോട്ട് പോകാം. തവ സത്യസ്യ ഉപാസനാത്, നീയാണ് സത്യം. നീയായിരിക്കുന്ന സത്യത്തിന്റെ ഉപാസനം കൊണ്ട് എന്തായി? സത്യം ധർമ്മമായിരിക്കുന്നത് ഏതൊരു എനിക്കാണോ, ആ ഞാൻ യസ്യ മമാന, ഏതൊരു എനിക്കാണോ സത്യം ധർമ്മമായിരിക്കുന്നത്, അങ്ങനെ ഇരിക്കുന്ന ഞാനാണ് സത്യധർമ്മ. അങ്ങനെ ഇരിക്കുന്ന സത്യധർമ്മനായിരിക്കുന്ന എനിക്ക് വേണ്ടിയിട്ട് നീ മാർഗത്തിന്റെ മൂടിയെ മാറ്റൂ എന്നൊരന്വയം. തസ്മൈ എന്നുള്ള അർത്ഥം പറയണം. മഹ്യം, എനിക്കായിട്ട്. ബാക്കി കൂട്ടിച്ചേർത്തോളൂ അപസാരയ, ആ മാർഗത്തിന്റെ മൂടിയെ നീ മാറ്റൂ. രണ്ടാമത്തെ എന്താണ്? അഥവാ യഥാഭൂതസ്യ തസ്യസ്യ അനുഷ്ഠാത്രേ, സത്യസ്വരൂപനായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ അനുഷ്ഠാനം നടത്തുന്ന എനിക്ക് ദൃഷ്ടയേ എന്ന് പറഞ്ഞാല് തവ സത്യാത്മന ഉപലബ്ധിയെ, നീയായിരിക്കും സത്യാത്മാവിന്റെ പ്രാപ്തിക്കായിട്ട് നീ ഈ മൂടിയെ മാറ്റൂ. ഇവിടെ വലിയ ക്ലാരിറ്റി ഇല്ല അല്ലെ? വ്യത്യാസം മനസ്സിലായിട്ടില്ലെങ്കിൽ ടിപ്പണി ഒന്ന് നോക്കിക്കോ. 1, 2 ഇതുവഴി നമുക്ക് ഇത് എല്ലാം മനസ്സിലാക്കാം. എന്താണ് ധർമ്മം എന്ന് ആദ്യം നോക്കിയോ. ഉപാസനാക്യസ്യ ധർമ്മസ്യ, ഒന്ന് ധർമ്മമാണ് ഉപാസന എന്നുള്ളത്. രണ്ടാമത്തത് എന്താണ് അർത്ഥം? തതുത്ത അപൂർവ വിശേഷ രൂപസ്യ, ഉത്തം എന്ന് പറഞ്ഞ ജന്യം, ഉപാസനാജന്യമായിരിക്കുന്ന ഒരു അപൂർവം ഉണ്ടല്ലോ. ജീവന് കർമ്മം ചെയ്താൽ, ഉപാസന ചെയ്താൽ അപൂർവം എന്നുള്ള പുണ്യ ഉത്പന്നമാവും. അപ്പോൾ ഈ പുണ്യത്തെയോ വേണമെങ്കിൽ എന്ത് പറയാം? ധർമ്മം എന്ന് പറയാം. അല്ലെങ്കിൽ പുണ്യത്തിന് കാരണമായിരിക്കുന്ന ഉപാസനയെ നമുക്ക് ധർമ്മം എന്ന് പറയാം. ഇങ്ങനെ ഇരിക്കുന്ന ധർമ്മത്തിന്റെ ഉപാസ്യ ദേവതാധീനത്വാത്, ഈ ധർമ്മം ഉപാസ്യമായിരിക്കുന്ന ഹിരണ്യഗർഭനായിരിക്കുന്ന ദേവതയ്ക്ക് അധീനമായിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഉപാസ്യ ബ്രഹ്മണി ധർമ്മത്വം ആരോപ്യ, ഉപാസ്യ ബ്രഹ്മത്തിൽ ധർമ്മത്വം ആരോപിക്കുന്നു പറഞ്ഞാൽ ഉപാസ്യ ബ്രഹ്മത്തെ, ഹിരണ്യഗർഭനെ ധർമ്മമായിട്ട് ഗണിച്ചത് കൊണ്ടാണ് ആ ബ്രഹ്മത്തിൽ ധർമ്മത്വം സിദ്ധിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ധർമ്മം ആരാ? ശരിക്കും ധർമ്മം ഒന്നുകിൽ ഉപാസനയാണ്, അല്ലെങ്കിൽ ഉപാസനാജന്യമായിരിക്കുന്ന പുണ്യമാണ്. പക്ഷെ ആ രണ്ട് ധർമ്മങ്ങൾക്കും ധർമ്മിയായിരിക്കുന്ന ഹിരണ്യഗർഭനുമായിട്ട് അഭേദം ചെയ്തിട്ട് ധർമ്മശബ്ദം കൊണ്ട് ഇപ്പോൾ ഹിരണ്യഗർഭനെയാണ് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് എന്തായി? സത്യം എന്നുള്ളത് ഹിരണ്യഗർഭനാണ്. ഇനിയും ടീക്ക തന്നെ. സത്യാക്യം ബ്രഹ്മേവ ധർമ്മോ യസ്യ മമ, സത്യം എന്നുള്ളത് ആരുടെ പേരാ? ഹിരണ്യഗർഭന്റെ. അപ്പോൾ സത്യാക്യം ബ്രഹ്മേവ ധർമ്മ, അപ്പോൾ ധർമ്മശബ്ദത്താല് ആര് പറയപ്പെട്ടു? ഹിരണ്യഗർഭൻ പറയപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന ധർമ്മസ്വരൂപനായിരിക്കുന്ന സത്യ ഹിരണ്യഗർഭൻ, ഓക്കെ, അത് ധർമ്മമായിരിക്കുന്നത് യാതൊരു എനിക്കാണോ എന്നാക്കി. രണ്ടാമത്തെ ധർമ്മം വന്നു, സത്യാക്യം ബ്രഹ്മേവ ധർമ്മോ യസ്യ മമ. ആദ്യം എന്താ ചെയ്തത്? 3 ഘട്ടമായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും സത്യം എന്നുള്ളത് ഉപാസനയോ അല്ലെങ്കിൽ ഉപാസനജന്യമായിരിക്കുന്ന പുണ്യമോ ആണ്. അതിനെ നമ്മൾ സത്യബ്രഹ്മമായിട്ട് ഏകത്വം ചെയ്തും കൊണ്ട് സത്യം എന്ന് ഹിരണ്യഗർഭനെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ഹിരണ്യഗർഭനായിരിക്കുന്ന സത്യം ധർമ്മമായിരിക്കുന്നത് യാതൊരു എനിക്കാണോ? എന്തുകൊണ്ടാണ്? ഞാൻ ഉപാസന ചെയ്യുന്നത് കൊണ്ട് ആ ഞാനാണ് സത്യധർമ്മ. അങ്ങനെ ഇരിക്കുന്ന എനിക്ക് നീ ആ മാർഗത്തിലെ വിഘാതത്തെ ഒഴിവാക്കി തരൂ എന്നൊരന്വയം. രണ്ടാമത്തത് ധർമ്മവിശേഷണം വാ സത്യശബ്ദ, ധർമ്മത്തിന്റെ വിശേഷണമാണ് സത്യം എന്നുള്ളത്. അപ്പോൾ സത്യമായിരിക്കും ധർമ്മമാവാം, അസത്യമായിരിക്കും ധർമ്മമാവാം. ഇവിടെ ഇപ്പോൾ സത്യത്തിന്റെ വിശേഷണമാണ് ധർമ്മം.
എന്നിട്ട് പറ്റും എന്താ പറയുക, സത്യവിശിഷ്ടം എന്നർത്ഥം കിട്ടും. സത്യവിശിഷ്ട ധർമ്മം. ധർമ്മവിശേഷണം വാ സത്യം തഥാച സത്യോ ധർമ്മോ യസ്യ. സത്യം ധർമ്മമായിരിക്കുന്നത് യാതൊരു ഹിരണ്യഗർഭന്റേതാണോ? ഓക്കെ. ആദ്യം എന്തായിരുന്നു? ഹിരണ്യഗർഭനെ തന്നെ സത്യം എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഹിരണ്യഗർഭനിൽ ഇരിക്കുകയാണ്, സോറി, ഹിരണ്യഗർഭനെ തന്നെ ധർമ്മം എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഹിരണ്യഗർഭനിൽ ഇരിക്കുകയാണ് താദൃശധർമ്മം. സത്യത്തിന്റെ വിശേഷണം, സോറി, ധർമ്മത്തിന്റെ വിശേഷണം സത്യമായി കഴിഞ്ഞാൽ സത്യം സത്യം ധർമ്മോ യസ്യ. സത്യം ധർമ്മോ എന്നുള്ളത് സത്യമായിരിക്കുന്ന വിശേഷണം അതെവിടെയാ? ധർമ്മത്തിനാണ്. അപ്പൊ സത്യം ധർമ്മമായിരിക്കുന്ന യാതൊരു ഹിരണ്യഗർഭന്റേതാണോ ആ ഹിരണ്യഗർഭനായി സത്യധർമ്മ. അങ്ങനെ ഇരിക്കുന്ന സത്യധർമ്മനായിരിക്കുന്ന ഹിരണ്യഗർഭന്റെ അനുഷ്ഠാതാവാണ് ആര്? ഇവിടുത്തെ ഉപാസകൻ. ഇതിനനുസരിച്ചാണ് നിങ്ങൾ രണ്ടാമത്തെ പങ്ക്തി കാണുക. ഭാഷ്യം യഥാഭൂതസ്യ ധർമ്മസ്യ എന്ന. യഥാഭൂതം എന്ന് പറയുന്ന അർത്ഥം സത്യം എന്ന. ടീക്ക് സത്യധർമ്മസ്യ. ഇതിനെന്ത് ചെയ്യണം? ധർമ്മത്തിന്റെ വിശേഷണമായിട്ട് സത്യത്തെ കാണുക. അങ്ങനെ ഇരിക്കുന്ന സത്യമായിരിക്കുന്ന വിശേഷണ വിശിഷ്ടമായിരിക്കുന്ന ധർമ്മം, ആ ധർമ്മത്താൽ ആര് ഗ്രഹിക്കപ്പെടും? ഹിരണ്യഗർഭൻ തന്നെ ഗ്രഹിക്കപ്പെടും. ആ ധർമ്മത്തിന്റെ അനുഷ്ഠാതാവാണ് ആര്? ഉപാസകൻ. മനസ്സിലായോ? ധർമ്മസ്യ അനുഷ്ഠാത ഉപാസകൻ. അതിന്റെ ചതുർത്ഥ്യന്തമാണ് അനുഷ്ഠാത്രേ. അനുഷ്ഠാതാവായിരിക്കുന്ന ഉപാസകന് പിടികിട്ടിയോ? ധർമ്മമാണ് ഇപ്പോൾ ഹിരണ്യഗർഭൻ, അവന്റെ വിശേഷണമാക്കി എടുത്തു സത്യത്തെ. ആദ്യം എന്തായിരുന്നു? സത്യമായിരിക്കുന്ന ധർമ്മമായിരുന്നു. ഇത് ഹിരണ്യഗർഭൻ തന്നെ. ഇവിടെ ഇപ്പോൾ ധർമ്മത്തിന്റെ വിശേഷണം സത്യമായി. അങ്ങനെ ഇരിക്കുന്ന സത്യവിശിഷ്ട ധർമ്മം എന്നുള്ളതാണ് ഹിരണ്യഗർഭൻ. താദൃശ ധർമ്മസ്യ ഹിരണ്യഗർഭസ്യ അനുഷ്ഠാതാവാണ് ഉപാസകൻ. അങ്ങനെ ഇരിക്കുന്ന ഉപാസകനായിട്ട് എന്ന് പറഞ്ഞാൽ അനുഷ്ഠാത്രേ ഉപാസകായ ദൃഷ്ടയെ, സത്യധർമായ ദൃഷ്ടയെന്ന. അതും ചതുർത്ഥ്യന്തമാണ്. എന്ന് പറയുന്ന അർത്ഥം തവ സത്യാത്മന ഉപലബ്ധയെ, നീ ആയിരിക്കുന്ന സത്യസ്വരൂപ ആത്മാ എന്നുള്ള ഹിരണ്യഗർഭന്റെ ഉപലബ്ധി എന്ന് പറഞ്ഞ പ്രാപ്തി. ആ പ്രാപ്തിക്കായിട്ട് നീ ആ പാത്രമായിരിക്കുന്ന സുവർണ മണ്ഡലത്തെ മാറ്റിത്തരൂ എന്നുള്ള യാചനയാണ്. മനസ്സിലായോ? നിങ്ങളുടെ ഒരു മന്ത്രം ഇവിടെ തീർത്തില്ല നമ്മൾ. നിങ്ങളെ ഇനി ടീക്ക നോക്ക്, 42ാമത്തെ പേജിൽ. എവിടെയാ തദുക്തം? തദുക്തം എന്നുള്ളത് എവിടെയാ ഭാഷ്യത്തിൽ കാണുന്നത്? 43ാമത്തെ പേജിലാണ്. വിദ്യാഞ്ച വിദ്യാഞ്ച ഇതിനെ പറയാണ്. തദുക്തമിതി സംപ്രത്യുക്തം മന്ത്രേണ വിദ്യാഞ്ച ഇത്യാദിന ആപേക്ഷിക അമൃതത്വം ഫലമിത്യുക്തം അസ്മാഭിരുതി. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അസ്മാഭി എന്നൊരു ഭാഷ്യകാരൻ പറഞ്ഞതാണ്, നമ്മളാൽ പറഞ്ഞിട്ടുണ്ട്. സംപ്രതി ഉക്തം, ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഏത് കാര്യത്തെക്കുറിച്ചാ? ഉപാസന സഹിത കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് മന്ത്രേണ, മന്ത്രത്താൽ. ഏത് മന്ത്രം? വിദ്യാഞ്ച ഇത്യാദിന. വിദ്യാഞ്ച വിദ്യാഞ്ച വിദ്യാൻ സഹ എന്നുള്ളത്. എന്നിട്ടോ ആപേക്ഷിക അമൃതത്വം ഫലം, ആപേക്ഷികമായിരിക്കുന്ന അമൃതത്വമാണ്, അല്ലാതെ ബ്രഹ്മപ്രാപ്തി അല്ല. ടിപ്പണി 10 കാണു. ആപേക്ഷികം അമൃതത്വം ഇതി ഉപാസ്യ ദേവതാത്മ ഭാവാപത്തി രൂപമിത്യർത്ഥ. ഉപാസ്യമായിരിക്കുന്ന ദേവത ആരാ? ഹിരണ്യഗർഭൻ. ഹിരണ്യഗർഭ ഭാവാപത്തി ഉണ്ടാവുകയാണത്. ഓക്കെ, സായുജ്യം അല്ലേ? അതുകൊണ്ട് ദേവതാത്മ പ്രാപ്തി ഉണ്ടായി കഴിഞ്ഞാല് ജ്ഞാനത്തിന് കാരണമാവും, പരമ്പരാ ക്രമമുക്തിക്ക് കാരണമാവും. അതുകൊണ്ടാണ് ആപേക്ഷിക അമൃതത്വം ഫലം ഉക്തം അസ്മാഭി. നമ്മൾ ഇതിന്റെ ഫലം പറഞ്ഞിട്ടുണ്ട്, ആപേക്ഷികമായിരിക്കുന്ന അമൃതത്വമാണ് എന്നുള്ളത്. അങ്ങനെ ടീക്കയും ഭാഷ്യവും ഇവിടെ കഴിഞ്ഞു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവോം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. നമോ നാരായണ.